ഹലോ, ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ്. നല്ല ലൈറ്റ് മധുരമുള്ള ഒരു ബ്ലാക്ക് ടീ കുടിച്ച് അത് കഴിഞ്ഞ് ഔട്ടിങ് പോകാൻ റെഡിയായി. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷൻ ഏരിയ ആണ് ഇത്. ഇവിടെ തന്നെ പാർക്കുള്ളതുകൊണ്ട് അത്യാവശ്യം ക്രൗഡഡ് ഏരിയയുമാണ്. പാർക്കുള്ളതുകൊണ്ട് മെയിൻ പിള്ളേരെല്ലാം കളിക്കാനും വലിയവർ വെറുതെ സംസാരിച്ചിരിക്കാനുമാണ് ഇവിടെ സാധാരണ വരാറ്. ഇവിടെ മലയാളി കുട്ടികൾ മാത്രമല്ല, ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലെ കുട്ടികളും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അവർക്ക് ലാംഗ്വേജൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും, പക്ഷെ പിള്ളേർ തമ്മിൽ എന്ത് ലാംഗ്വേജ് അവരെങ്ങനെയൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കോഫി ഓർഡർ ചെയ്ത് ആ കോഫി ഇപ്പോൾ വന്നു. ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ കോഫി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് 3 ദിർഹംസ് അങ്ങനെ എത്രയോ ആയിരുന്നു അതിൻ്റെ റേറ്റ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഈ കോഫി ഇഷ്ടമാണ്, കാരണം അധികം മധുരമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ മോള് കുറച്ച് സമയം ബോൾ എടുത്ത് കളിച്ച്, ബലൂണായിരുന്നേ, ബലൂണൊക്കെ എടുത്ത് കളിച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് വന്നിട്ട് നമ്മളൊരു സ്വീറ്റ് ബേക്കറിയിൽ കയറി. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. സോ നമ്മളൊരു ചോക്ലേറ്റ് പാസ്ട്രി പിന്നെ ഒരു വാനില പാസ്ട്രി ആണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ബേക്കറി ആയിരുന്നേ. സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, കേക്ക്, പേട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പാസ്ട്രി തിന്ന് അപ്പോഴേക്കും പാസ്ട്രി എത്തി. കുറച്ച് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങി. പിന്നെ ഞാനൊരു വലിയ കേക്ക് കണ്ടേ. അത് ശരിക്കും കേക്കല്ല, തെർമോക്കോളിനെ കൊണ്ട് ഷോ കേക്കാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി. സാധാരണ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് പാകിസ്ഥാൻ ഫുഡ് ട്രൈ ചെയ്താലോ എന്ന് വെച്ച് അങ്ങനെ പാക് ദർബാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡറാക്കി. അവിടുത്തെ നല്ല ഫുഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കാണലിൻ്റെ. എപ്പോഴത്തെ പോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കിട്ടാൻ നല്ലോണം ലേറ്റായി. സോ നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്ന് പറയാതിരിക്കാൻ വയ്യേ, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ. നമ്മൾ പുറത്തിരുന്നതുകൊണ്ട് നല്ലൊരു കാറ്റും നല്ല അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നേ. സോ ഫുഡ് വരുന്നവരെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ടൈം പോയി. എന്നിട്ട് ഫുഡ് വന്നിട്ടില്ല. അറ്റ് ലാസ്റ്റ് സാലഡ് വന്നു, പിന്നെ കുറച്ച് കെച്ചപ്സ് ഐറ്റംസും. നമ്മൾ ശരിക്കും ഓർഡർ ചെയ്തത് റോട്ടിയും ഒരു ചിക്കൻ്റെ ഗ്രേവിയും ആയിരുന്നേ. ഞാൻ പാകിസ്ഥാൻ ഫുഡ് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് പാകിസ്ഥാൻ ബിരിയാണീൻ്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല. സോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ചിക്കൻ ഗ്രേവി എങ്ങനെയാണെന്ന് അറിയാൻ. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡായിരുന്നു. വെറുതെ അല്ല, പാക് ദർബാറിൽ നല്ല തിരക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.